സമാധി യുവമാര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാള് ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് കൊന്നുകൊണ്ട് വെച്ചതാണ് ജീവനോട് വെച്ചതെന്ന് നമുക്കൊരു സംശയമാണ്. അദ്ദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം നെയ്യാറ്റിൻകരയിൽ അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് പ്രശസ്തമായത്. അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്ത് വന്നതോടെ കഥ മാറി. വീടിന് മുന്നിൽ സമാധിയിരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ പോലീസ് എത്തി. ഇതോടെ ഒരു വിഭാഗം എതിർപ്പുമായി എത്തി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചുകൾ സംഭവിക്കുന്നത് അറിയാമോ? ഒരു മന്തിയും കഴിച്ച് ഞാൻ ചിപ്പം കൊച്ചു ഇവിടെ കിടക്കുമ്പോൾ കണ്ട വാർത്തയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഐറ്റം കത്തി നിൽക്കുന്ന ഐറ്റമാണ് നമ്മുടെ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി. ഞാൻ ടോമി സാർ. ഞാൻ അവതരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ വേറെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാരാ മോനെ? ഈ സ്വാമി അണ്ണനാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ സഹായിച്ച മകൻ. വെയിറ്റ് എടാ മോനെ, ഈ ബ്രഹ്മത്തിൽ ലയിക്കലും സമാധിയൊക്കെ എന്തോന്ന്? അത് നമ്മുടെ സ്വാമി അണ്ണൻ പറഞ്ഞു തരും കൃത്യമായിട്ട്. സമാധിയിൽ എന്ന് പറയുന്നത് ഒരാളെ മരിക്കുകയല്ല, തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. അതൊക്കെ നമ്മൾ ജ്യോതിഷത്തിൽ നിന്നും കണ്ടു എടുത്ത ഒരു വെറൈറ്റി ഐറ്റമാണ്. സമാധി എന്ന് പറയുന്ന ജീവൻ പോകലല്ല, അതിൽ ഈ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുകയാണ് ചെയ്യുന്ന അമൃതകല. അങ്ങനെ നമ്മുടെ സ്വാമി അണ്ണൻ സമാധി അങ്ങ് ചെയ്തു. അപ്പൊ സ്വാമി, ഈ സമാധി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇപ്പൊ ഒരു ഡോക്ടറെ വിളിച്ചോണ്ടൊന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ? സിദ്ധനാ, മഹാസിദ്ധൻ, ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സമാധി സമയം. അവര് വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, തൊടാൻ പാടില്ല. അത് അത്ര ചൈതന്യമാണ് സമാധി. ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്, യോഗീശ്വരനാണ്. ഇനി എനിക്ക് അച്ഛനെന്ന് പറയാനും പറയാൻ പറ്റില്ല. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. ആ ഈശ്വരനാണ് ഇത്രയും ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്. നിനക്കെന്താടാ തലച്ചോളം? ഇത് കുണ്ടലിനി ശക്തികൾ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതൊരു പ്രശ്നം. കുണ്ടലിനി ശക്തികൾ ഉണർത്തി, അച്ഛൻ ആറാധാര ചക്രങ്ങൾ ഉണർത്തി, ഓരോ ജീവകലകളും ഉണർത്തി പ്രാണായാമം ചെയ്ത് എന്നിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാണായാമ കലകൾ അച്ഛനാണ് ഉണർത്തേണ്ടത്, ഞാനല്ല ഉണർത്തേണ്ടത്. ശരി, ഇപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ സ്വാമി? ഈ സമാധി ആയെന്ന് നമ്മളെങ്ങനെ മനസ്സിലാവും? എന്തെങ്കിലും അതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് അച്ഛൻ എല്ലാം പറഞ്ഞിരുന്നു 11:30 ആകുമ്പോഴത്തേക്കും എന്റെ കറക്റ്റ് സമാധിയാവും. അപ്പൊ സമാധി ആകുമ്പോൾ തന്റെ എല്ലാം, അതായത് ഈ ശരീരം എല്ലാം ആ ബ്രഹ്മത്തിൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ശരീരം എല്ലാം വലിഞ്ഞ് മുറുകി വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ അങ്ങ് നിലയും. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ ജീവകലയിൽ അങ്ങ് ചൈതന്യമായി സ്പിരിച്ച് തേജസ്സോടുകൂടി സ്പിരിച്ച് നിൽക്കും. എല്ലാം പറഞ്ഞിട്ടുണ്ട്, സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. അപ്പം നമുക്കറിയാൻ പറ്റും സമാധി കറക്റ്റ് സമാധിയായി. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയപ്പോൾ പോസ്റ്റർ കൊണ്ടുവിട്ടിച്ച് അങ്ങനെ നാട്ടുകാരും അറിയാതെ ഗോപൻ സ്വാമി അങ്ങ് സമാധി. ഗോപൻ സ്വാമി സമാധിയാക്കി പോസ്റ്റർ അടിച്ചിറങ്ങിയപ്പോൾ നാട്ടുകാർക്ക് മൊത്തത്തിൽ സംശയമായി. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. യുവമാര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാള് ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയെന്ന് പറഞ്ഞാൽ അയാൾ ഇതൊന്നും സത്യമുള്ള കാര്യമില്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ആളാണ്. യുവമാര് പറയുന്നത് കൊന്നുകൊണ്ട് വെച്ചതാണ് ജീവനോട് വെച്ചതെന്ന് നമുക്കൊരു സംശയമാണ്. ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിന്റെ ബിപിന്റെ ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. ചാവാതിരിക്കല്ലേ നമ്മൾ ഗുളിക കഴിക്കുന്നത്. അപ്പൊ ഇയാൾ അവിടെ ചെന്ന് കുളിക്കാതിരിക്കാൻ വേണ്ടി ഈ ഗുളിക കഴിച്ചോണ്ടാണോ പോകാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ നാട്ടുകാർ പറയും പോലെയൊന്നും അല്ല കാര്യങ്ങൾ. മൊത്തത്തിൽ പ്രശ്നമായ അവസാനം സമാധി പൊളിക്കാനുള്ള പ്ലാനുകൾ തുടങ്ങി. ആര് വന്നാലും അത് ഞങ്ങൾ തടയും. അത് പറ്റൂല. ഞാൻ ഇപ്പോഴേ പറയുന്നു, അച്ഛൻ ശരിക്കും ഒരു സന്യാസിയായിരുന്നു. അച്ഛൻ സമാധി ആയത് തന്നെയാണ്. ഒരെണ്ണം വിട്ട് കേട്ടാ. ഇന്ന് പോലീസ് തുറന്നു പരിശോധിക്കാനാണ് അവരുടെ തീരുമാനം. അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല. എങ്ങനെ ഇരിക്കണം? അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് കത്തിച്ചു കളയും. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുക്കാനായി പോലീസെത്തി. 7:15 കല്ലറ ഇളക്കി തുടങ്ങി.
ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ, ജനങ്ങൾക്ക് അറിയണ്ടേ, നാട്ടുകാർക്ക് അറിയണ്ടേ, അത്രയേ ഉള്ളൂ, വേറെ ഒരു പ്രതിഷേധവും ഇല്ല. സമയം 7:29. ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയതായുള്ള ആദ്യ വിവരം. മൃതദേഹം ഇരുന്ന നിലയിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം ചർച്ച ചെയ്യുന്ന സമാധി വിവാദത്തിന്റെ ചുരുളഴിയാൻ തുടങ്ങുകയാണ്. വിവാദ സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ അതിന്റെ ആദ്യഘട്ടമാണ് പിന്നിട്ടത്. ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. സ്വാഭാവിക മരണമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കും. മരണശേഷമാണ് തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത്. കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കളുടെ, അതായത് ഭസ്മമടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ സെക്കൻഡ് കഴിഞ്ഞ ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് എല്ലാവരും പ്രതീക്ഷയെങ്കിലും ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതാണ് പറയുന്നത്, കല്യാണവും മരണമൊക്കെ നാട്ടുകാരെ അറിയിക്കും. കല്യാണം ആരെ അറിയിക്കാതിരുന്ന എന്തായിപ്പോ, അത് ഒളിച്ചോട്ടായി പോവും. മരണം ആരെ അറിയിക്കാതിരുന്നാലോ കൊലപാതകമായി പോവും. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. കുറെ ജ്യോത്സ്യന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമസ്തേ. അപ്പെല്ലാം പറഞ്ഞു ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. పిల్లవాడిని జీవితానికి అన్నామంటా రకమంటా కొట్టి